ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വിഷുഫലത്തെ പറ്റി ഒന്ന് ചിന്തിക്കാം. നമുക്ക് ഭാരത പഞ്ചാംഗപ്രകാരം സർവശ്രീ പുളിയത്ത് കൃഷ്ണൻകുട്ടി ഗുപ്തൻ മകൻ വിജയകുമാർ ഗുപ്തൻ, വിനേഷ് സി മുതലായ ആളുകളുടെ ഒരു അനുഗ്രഹ ആശീർവാദത്തോടു കൂടിയിട്ട് ആധാരേ പ്രഥമേ സഹസ്രകരണം താരോദയം ശാസ്ത്രകേ മാഹേയം മണിപൂരകേ ഹൃദിബുധം കണ്ടേജ വാചസ്പതി ഭ്രൂമധ്യേ ഭൃഗുനന്ദനം ദിനമണീപുത്രം ത്രികൂടസ്ഥലേ നാഡീമർമ്മസു രാഹുകേതുളിയാ നിത്യം നമാമ്യായുഷേ എന്ന് പ്രാർത്ഥന. ഒരു വിഷയം നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഫലത്തിലേക്ക് പോവാം. വിഷയം എന്താണെന്ന് വെച്ചാൽ അഹിംസകസ്യ ദാന്തസ്യ ധർമാർജിതധനസ്യ ച സർവദാ നിയമസസ്യ സദാ സാരഗ്രഹ. അതായത് യാതൊരു പ്രാണികളെയും ഹിംസിക്കാതെ കണ്ട് ഒരു തരത്തിലുള്ള അധർമ്മ പ്രവൃത്തികളിലും ഏർപ്പെടാതെ ധർമ്മ ആചാരനിഷ്ഠനായിക്കൊണ്ട്, അതാച്ചാൽ സദാചാരനായിക്കൊണ്ട് പ്രപഞ്ചത്തെയും സഹജീവികളോടും കാരുണ്യത്തോടു കൂടിയിട്ട് സത്യനിഷ്ഠനായിട്ട് ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ ഗ്രഹങ്ങൾ സദാ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും എന്നാണ്. അവർക്ക് ഈ അപഹാരങ്ങളോ മറ്റ് ദേശസന്ധികളോ കാര്യങ്ങളോ ഒന്നും ബാധിക്കില്ല എന്ന് ആചാര്യന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ബാധിക്കുന്നത് ആർക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാണ് സുഖം അനുഭവിക്കുന്നത് എന്ന് ഭാഗവത്തിലൊരു ചോദ്യം വന്നപ്പോൾ സുഖം അനുഭവിക്കുന്നത് ഒന്ന് പമ്പരവിഡ്ഢികൾ, കാരണം അവർക്കൊന്നും അറിയില്ല. പിന്നെ പരമജ്ഞാനികൾ, അവരറിവിൻ്റെ ഒരു തലത്തിലിരിക്കുന്നതുകൊണ്ട് ഈ ഇടത്തരത്തിൽപ്പെട്ട ആളുകൾക്കാണ് ഈ പ്രതിസന്ധികളും പ്രയാസങ്ങളും പരിഹാരങ്ങളൊക്കെ എന്ന് പറയാറുണ്ട്. അതുപോലെയാണ് ഈ വിഷുഫലവും കൂടി എന്ന് ആദ്യമായിട്ടൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഏതായാലും നമ്മൾ വിഷുഫലം ചിന്തിക്കുമ്പോൾ ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം എന്നിങ്ങനെ 3 രീതിയിൽ പറയാറുണ്ട്. ആദിശൂലം വരുന്നത് ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്കാണ്. അപ്പോൾ ഈ ശൂലഫലം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ധനവ്യയങ്ങൾ, ശാരീരിക ക്ഷമതയ്ക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരിക, രോഗാദികൾ, ഇങ്ങനെയൊക്കെയുള്ളൊരു ഫലമാണ്. പൊതുവെ ഒരു സുഖക്കുറവാണ് അനുഭവം ഉണ്ടാവുക. മധ്യശൂലം വരുന്നത് അവിട്ടം, ചതയം, പൂരോരുട്ടാതി. കുടുംബകലഹം ഉണ്ടാവുക, ധനനഷ്ടം, മാനഹാനി, രോഗം മുതലായിട്ടുള്ള ഫലങ്ങളൊക്കെ അനുഭവപ്പെടാം. പിന്നീട് അന്ത്യശൂലം മകീരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്ക്. അപ്പോൾ അഗ്നി കൊണ്ടോ ആയുധം കൊണ്ടോ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവപ്പെടാം. ശത്രുഭീതി ഉണ്ടാവാം. ത്വഗ്രോഗങ്ങളോ, പൊതുവേ ഒരു ആലസ്യം, ഇങ്ങനെയുള്ള ഫലങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ 3 ശൂലങ്ങളെ പറ്റി പറഞ്ഞു. ഇനി ശുഭാനുഭവങ്ങൾ 6 വീതം, 3, 6 വീതം 18 നക്ഷത്രക്കാർക്ക്. അതാർക്കൊക്കെയാണ് എങ്കിൽ അനിഴം, തൃക്കേട്ട, മൂലം, പോരാടം, ഉത്രാടം, തിരുവോണം. ഇവർക്ക് ആഗ്രഹപൂർത്തി, സുഖാനുഭവം, ആരോഗ്യം ഇതെല്ലാം നന്നായി വരും. പിന്നീട് ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി സ്ഥാനമാനങ്ങൾ ഉണ്ടാവുക, ശുഭകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുക, ജോലിയിലാണെങ്കിലും മറ്റും ഉയർച്ച സംഭവിക്കുക, നല്ല സൗഹാർദ്ദങ്ങൾ, നല്ല സുഹൃത്തുക്കൾ സഹായികളായിട്ട് വരിക, ഇങ്ങനെയൊക്കെയുള്ള ശുഭകരമായിട്ടുള്ള അനുഭവം അവർക്ക് ലഭിക്കും. പിന്നീട് പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം ഈ 6 നക്ഷത്രക്കാർക്ക് രാജ്യബഹുമാനം, കുടുംബസുഖം, പ്രതാപവർദ്ധന, കർമ്മഗുണം, വ്യാപാര വ്യവസായങ്ങളിലൊക്കെ അഭിവൃദ്ധി മുതലായുള്ള ആ ഫലങ്ങൾ ആണ് ഉണ്ടാവുക. അപ്പോൾ എന്ന് വെച്ചാൽ ഈ സുഖാനുഭവം എന്നത് ഒരു പുണ്യം, നമ്മുടെ ഒരു സമ്പത്തിൻ്റെ ഒരു സ്റ്റോക്കാണ്. അപ്പോൾ അതിനെ ദുർവ്യയം ചെയ്യാതെ കണ്ടും ഈ വിഷമാനുഭവം വരുന്ന സമയത്ത് കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് ഈശ്വരോന്മുഖമായിക്കൊണ്ടും സത്യനിഷ്ഠന്മാരായിക്കൊണ്ടും നമ്മുടെ വൈകല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ച് മുന്നേറാനും ശ്രമിക്കണം എന്നാണ്
ഋഷികളുടേതായിട്ടുള്ള വചനം. നിങ്ങൾക്ക് അത് സാധിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം. ഹരി ഓം.